നേതാക്കളുടെ വീട്ടിലെ ഇഡി റെയ്ഡിന് പിന്നാലെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ച സിപിഐഎം സെക്രട്ടേറിയറ്റ് അംഗം പി നിഖിലിൽ നിന്നും വിശദീകരണം തേടും. യോഗത്തിൽ പി എ മുഹമ്മദ് റിയാസും പങ്കെടുക്കുന്നുണ്ട്. റെയ്ഡിന് പിന്നാലെയുള്ള സാഹചര്യം വിലയിരുത്തും. വിശദാംശങ്ങളുമായി പി കെ സരീഷാണ് ചേരുന്നത്. സരീഷ്, ഇഡി അന്വേഷണം റിയാസിലേക്കും റിയാസിന്റെ സുഹൃത്തുക്കളിലേക്കും ഒക്കെ എത്തുന്നു. അതുവഴി ഇവർക്കൊക്കെ പാർട്ടി ബന്ധങ്ങളും പാർട്ടിയിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പാർട്ടി അവരോട് ഈ തരത്തിൽ വിശദീകരണം തേടുന്നത്. ഇതെങ്ങനെയാണ് ഇഡി ഇവരെ കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ പ്രധാനമായും നമ്മളും ചോദിക്കുന്ന ചോദ്യം. അതേ ചോദ്യമാണല്ലേ ഉയരുന്നത്? CMRL ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിലിൻ്റെയും ഡിവൈഎഫ്ഐ നേതാക്കളുടെയും ഒക്കെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ ഇഡി പരിശോധന നടത്തിയത്. രാവിലെ ഏതാണ്ട് 7 മണിക്ക് തുടങ്ങിയ പരിശോധന വൈകിട്ടൊരു 6 മണി വരെ നീണ്ടു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിഖിലിൻ്റെ വീട് തന്നെയായിരുന്നു. CPIMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അതോടൊപ്പം തന്നെ മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹിത്വം വഹിച്ച ഒരാളാണ്. അതോടൊപ്പം ഈ മുഹമ്മദ് റിയാസുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അവർ സഹപാഠിയും അതോടൊപ്പം തന്നെ നേരത്തെ കുടുംബ സുഹൃത്തുക്കളും ഒക്കെ ആയിരുന്നു. ആ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച് അന്വേഷണം കൂടുതൽ മുറുകുകയും അതോടൊപ്പം തന്നെ സഹപാഠികളിലേക്കൊക്കെ അന്വേഷണം പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇന്ന് CPIMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായി എന്താണ് ഇന്നലെ സംഭവിച്ചത്, ഏത് പശ്ചാത്തലത്തിലാണ് ഈ യോഗം അല്ലെങ്കിൽ ഇന്നലെ ഇഡി പരിശോധന നടത്തിയത് എന്നൊരു ചോദ്യമാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് പാർട്ടി പോകുന്നത്. ഇന്നലെ തന്നെ CPIM ജില്ലാ സെക്രട്ടറി അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ പ്രേരിതമായ ഒരു പരിശോധനയാണ്. അതോടൊപ്പം തന്നെ അതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും എന്ന് CPIM ജില്ലാ സെക്രട്ടറി തന്നെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചത്, ഏതെങ്കിലും രീതിയിൽ ഈ ഡോക്യുമെന്റുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ കാര്യങ്ങളോ ഇഡി പരിശോധിച്ചിട്ടുണ്ടോ, അതോടൊപ്പം ഇഡി എന്താണ് ഇന്നലെ അവരുമായി ചർച്ച നടത്തിയത്, സംസാരിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് CPIM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിഖിലിൽ നിന്നും ചോദിച്ചറിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മുഹമ്മദ് റിയാസ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. റിയാസുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വീണയുമായി ചില ബിസിനസ് പങ്കാളിത്തമുണ്ട് എന്നൊക്കെയുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇഡി പരിശോധന നടത്തിയത് എന്നുള്ളതായിരുന്നു പുറത്തു വരുന്ന വിവരങ്ങൾ. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രേഖകൾ ഈ ഇഡിക്ക് ലഭിച്ചതായുള്ള വിവരമില്ല. ഒരു ഡയറിയുടെ, അതായത് വീണ തൈക്കണ്ടിയുടെ വീട്ടിൽ നിന്ന് ലഭിച്ച ഒരു ഡയറിയിൽ ഇവരുടെയൊക്കെ പേരുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ പരിശോധന നടത്തിയത് എന്നുള്ളതാണ് ഇഡിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്നലെ നടത്തിയ പരിശോധനയിൽ, അതായത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ 12 മണിക്കൂറോളം നീളുന്ന പരിശോധന നടത്തിയിട്ടും ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും വിശദാംശങ്ങൾ നൽകാൻ ഇഡിയും തയ്യാറായിട്ടില്ല. എന്തായാലും അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു പരിശോധന തന്നെയാണ്. CPIMനെ ഈ പുകമറയിൽ നിർത്താനുള്ള അല്ലെങ്കിൽ റിയാസിനെ വേട്ടയാടാനുള്ള ഒരു ശ്രമമായി തന്നെയാണ് CPIM കണക്ക് കൂട്ടുന്നത്. അതിന്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് CPIM സെക്രട്ടേറിയറ്റ് യോഗം, ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതും. കൃത്യമായൊരു വിശദീകരണം ഈ രണ്ടുപേരിൽ നിന്ന്, റിയാസിൽ നിന്ന് എത്രത്തോളം ശേഖരിക്കണം, റിയാസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, എന്നാൽ നിഖിലിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.